തയ്യാറാക്കാൻ പോകുന്ന വിഭവം ഒരു സിമ്പിൾ ആൻഡ് ഈസി ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. ബോൺലെസ് ചിക്കൻ പീസ് 250 grams, മുട്ട 2 എണ്ണം. പാൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 2 സ്പൂൺ റിഫൈൻഡ് ഓയിൽ, ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം, സൺഫ്ലവർ ഓയിലാണെങ്കിലും മതി. അതിലേക്ക് 2 മുട്ട ചേർത്ത് ചെറുതായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കുക. സ്ക്രാമ്പിൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എ പിഞ്ച് ഓഫ് പെപ്പർ ആൻഡ് കുറച്ച് സോൾട്ടും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുക. സ്ക്രാമ്പിൾ ചെയ്ത എഗ്ഗ് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. സെയിം പാനിൽ തന്നെ ചോപ്പ് ചെയ്ത ഗാർലിക് ഒന്ന് ചേർക്കുക. പെട്ടെന്ന് തന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു 5 മിനിറ്റ്സിലേക്കൊന്ന് സോട്ട് ചെയ്യാം. സോട്ട് ചെയ്ത് ചിക്കൻ ഒന്ന് വെന്ത് തുടങ്ങി ഒരു വെള്ള കളർ ആകുമ്പോഴത്തേക്ക് കുറച്ച് പെപ്പർ, കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഡാർക്ക് സോയ സോസ് ആഡ് ചെയ്യുക. വീണ്ടും സോട്ട് ചെയ്ത് കൊടുക്കുക. സോട്ട് ചെയ്ത് ചിക്കൻ്റെ കളർ ഒന്ന് ചെറുതായിട്ട് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. വീണ്ടും നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. സെയിം പാനിലേക്ക് തന്നെയാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യുന്നത്. 1/4 കപ്പ് ബീൻസ് ചെറുതായി അരിഞ്ഞത്, 1/4 കപ്പ് ക്യാപ്സിക്കം, 1/4 കപ്പ് ക്യാരറ്റ് ക്യൂബ്സ് ആയി അരിഞ്ഞത്, 1/4 കപ്പ് ക്യാബേജ്, ഇതെല്ലാം ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് സോട്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, എപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും ഹൈറ്റിൽ തന്നെ ആയിരിക്കണം. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഫ്രൈഡ് ചിക്കൻ ആഡ് ചെയ്യുക. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ വീണ്ടും ഒന്ന് നല്ലപോലെ സോട്ട് ചെയ്തതിനു ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരി ആഡ് ചെയ്യുക. എന്നിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി മിക്സ് ആകുന്ന പോലെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എപ്പോഴും അടി കൂട്ടി ഇളക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അരി ഉടഞ്ഞു പോകാതിരിക്കാനും ശ്രദ്ധിക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് ഫ്രഷ്ലി ഗ്രൈൻഡ് ആയിട്ടുള്ള പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ്, 1 ടീസ്പൂൺ വൈറ്റ് വിനീഗർ. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യുക. ഇൻഗ്രീഡിയൻസ് എല്ലായിടത്തും ചേരുന്ന പോലെ നല്ല രീതിയിൽ ഇത് ചെയ്യുക. അതിനുശേഷം സ്ക്രാമ്പിൾഡ് എഗ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും യോജിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മളുടെ സ്വാദിഷ്ടമായ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.